कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ചെറുതായി മഴ പെയ്യുന്ന ഒരു പ്രഭാതം. ഒടുവിൽ ഈ ഭൂമിയുടെ പ്രാർത്ഥന പ്രകൃതി കേൾക്കുകയാണെന്ന് തോന്നുന്നു. അതെ, മഴയെല്ലാം തിമിർത്ത് പെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞുപോയ 2 ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം നരസിംഹ ജയന്തിയായിരുന്നു. അത് കഴിഞ്ഞെത്തിയ ദിവസം ബുദ്ധപൂർണിമയും ചിത്രാപൂർണിമയായിരുന്നു. അതിനോടൊപ്പം ബുദ്ധപൂർണിമയാണെന്നും കുർമ്മ ജയന്തിയാണ് എന്നുമുള്ള വിശ്വാസങ്ങളുമുണ്ട്. ഇന്നത്തെ ദിവസത്തിനുമുണ്ട് പ്രത്യേകത. ശരിക്കും ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലെ ചൈതന്യത്തെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ജീവിക്കാനായാൽ നമുക്ക് വലിയ വലിയ സത്യങ്ങളെ സ്വായത്തമാക്കുവാനാകും, തത്വങ്ങളെ സ്വായത്തമാക്കുവാനാകും. പരമമായും പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുവാനുള്ള തത്വങ്ങൾ നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും ആവാഹിച്ചെടുക്കുവാനുള്ള ഒരവസരവും ഉണ്ടാകും. ഏതായാലും ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. നമുക്ക് ആദ്യം അമ്മയുടെ വാക്ക്. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ അധ്യാപകരോട് വിനയപൂർവ്വം പെരുമാറുവാൻ മക്കളെ പഠിപ്പിക്കണം. വിനയമുള്ള വിദ്യാർത്ഥിയിലെ വിദ്യ ഫലിക്കൂ. വിശേഷിച്ച് ആധ്യാത്മിക വിദ്യ പഠിക്കുന്ന കുട്ടികൾ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പഠിത്തം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്. കുട്ടികൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ശീലിക്കണം. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ നന്മയെ അറിയുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ. പ്രത്യേകതയുള്ള ദിവസങ്ങൾ ഓരോന്നും വരികയും പോവുകയും ചെയ്യുമ്പോൾ ജീവിതത്തിനെ അറിയുവാനാകുന്ന പുതുമകൾ, ആ പുതുമകൾ നമുക്ക് നൽകുവാനാകുന്ന പ്രഭാതങ്ങൾ ഒക്കെയും അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് നാരദ ജയന്തിയാണ് എന്നുള്ളതാണ്. ഹൈന്ദവ പുരാണങ്ങളിൽ നാരദന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പലപ്പോഴും വലിയ യുദ്ധങ്ങൾക്ക് പോലും തുടക്കക്കാരനാകുന്നത് നാരദനാണ്. നാരദൻ എന്ന ദേവർഷിയാണ്. ദേവർഷി ജന്മം കൊണ്ടത് ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നാരദമുനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആകാശത്തിലേക്കും ഭൂമിയിലേക്കും പാതാളത്തിലേക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മാത്രമല്ല 3 ലോകങ്ങളുടെയും വിശേഷങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ടായിരുന്നു. തിന്മകളെ ഇല്ലാതാക്കേണ്ട ഘട്ടത്തിൽ തിന്മകളെ തന്നെ ഒന്ന് പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തിന്മകൾ വല്ലാതെ പരിപോഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നന്മകളെ അറിയിക്കുന്ന ഒരു രീതിയും നാരദമുനിക്കുണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന് നാരദ ജയന്തി. ആ നാരദൻ അവതാരം കൊണ്ടത് എന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നാരദ ജയന്തിയായി വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നാരദൻ എന്ന ദേവർഷി ജനിച്ചുവോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചുവോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ത്രിലോകങ്ങളെ അറിയുവാനാകുന്ന, എന്നാൽ തിന്മകളെയൊക്കെ പോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു അത്യാഗ്രഹത്തിലേക്ക് ഒരാൾ പെട്ടെന്ന് ദൗർബല്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ഒരാൾ വഴുതി വീഴുന്നത് പിന്നീട് അവസാനം അടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതെയാകാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് എന്ന് നാരദമുനി പലയിടത്തും പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പല അസുരന്മാർക്ക് മുന്നിലും പലപ്പോഴും ഈ തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത്യാഗ്രഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദൗർബല്യത്തിൽ പൂണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ആ തത്വങ്ങളൊന്നും മനസ്സിലാക്കാനായില്ല എന്നതാണ് സത്യം. ഹൈന്ദവ പുരാണത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള നാരദ മഹർഷിയുടെ ജയന്തിയാണ്, നാരദ ജയന്തിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി കാഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും വൃന്ദാവനത്തിലേക്ക് പോകേണ്ടി വരും. വൃന്ദാവനത്തിലെ കുസുമ സരോവരം, മനോഹരമായ കുസുമ സരോവരത്തിൽ വെച്ച് നാരദൻ ഗോപിയായി മാറിയെന്നൊരു വിശ്വാസമുണ്ട്. കുസുമ സരോവരത്തിലെ സ്നാനകർമ്മം നടത്തിയതിനു ശേഷമാണ് ഗോപിയായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തെ കാഴ്ച കുസുമ സരോവരത്തിൻ്റെതാകട്ടെ. ഇത് കുസും സരോവർ. ഇവിടെ നിത്യവും പൂക്കൾ താമര വിടരുമായിരുന്നു. ആ താമരയാണ് രാധാദേവി പറിച്ചെടുത്ത് കൃഷ്ണന് മാലയാക്കിയിരുന്നത്. ഇന്നും കുസുമ സരോവരത്തിൽ സ്നാനം ചെയ്താൽ ഗോപികമാരുടെ ഹൃദയം ലഭിക്കുമെന്നും ഗോപികമാരുടെ സ്ഥാനം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അദൃശ്യമായ പല സാന്നിധ്യങ്ങളും ഇവിടെയുണ്ട്, അദൃശ്യമായ പല മനോഹാരിതകളും ഇവിടെയുണ്ട്. പ്രൗഢമായ ഒരു ദേശമാണ് ഭാരതം. അതിൽ തന്നെ കലകൾ കൊണ്ടും മേന്മകൾ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്നൊരു ഭൂമിയാണ് കേരളത്തിൻ്റേത്. കേരളീയത എന്നാൽ അത്ര മഹത്തരമായതാണ്. കേരളീയ പൈതൃകത്തെ എപ്പോഴും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞ് നാം പുതിയ തലമുറയിലേക്ക് കൈമാറി കൊടുക്കുക തന്നെ വേണം. കേരളത്തിൻ്റെതായ ചില കഥകൾ, ആ കഥകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾക്ക് നേർക്കാഴ്ചകളാകുന്ന ചില കാഴ്ചകൾ, ഇതൊക്കെയും മറന്നേകൂടാ. അഥവാ മറക്കുന്നുവെന്ന് തോന്നിയാൽ ശക്തമായി ഓർമ്മപ്പെടുത്തുക തന്നെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കേരളീയരായ മലയാളികളായ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥകളിൽ പ്രധാനപ്പെട്ടൊരു കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ. അത് മലയാളത്തിൻ്റെ സ്വന്തം കഥയാണ്. ആ കഥയിൽ ഒരുപാട് സ്നേഹത്തിൻ്റെ തത്വങ്ങൾ ഒത്തുചേരുന്നുണ്ട്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന വിശാലമായ തലത്തിൽ ചിന്തിക്കുവാൻ ഒരു കുഞ്ഞിനെ പ്രാപ്തനാക്കാൻ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ മാത്രം മതിയാകും. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കണം. ഇതൊരു കഥയല്ല, ആ കഥ വിശ്വാസമായി, വലിയ അരയാല് പോലെ വേറിട്ട് നിൽക്കുന്ന വിശ്വാസമായി നിൽക്കുന്ന കാഴ്ച തൃത്താലയിലേക്ക് ചെന്നാൽ നമുക്ക് കാണാനാകും. ഭാരതപ്പുഴയുടെ തീരത്താകെ പറയിപ്പറ്റ പന്തിരുകുലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ അത്ര ശക്തമാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് യാത്ര നടത്തിയപ്പോഴൊക്കെ ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ ഭൂമിയിലൂടെ വീണ്ടും ചെല്ലുവാൻ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ മലയാളികളായാൽ പറയിപ്പറ്റ പന്തിരുകുലം എന്ത് എന്ന്, ആ കഥ എന്ത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുവാനുള്ള കെൽപ്പുമുണ്ടാകും. ചെറിയ കുഞ്ഞുങ്ങൾക്കൊരു കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ ഒരാൾക്കാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ആൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അത്രമാത്രം ഗ്രാഹ്യമുണ്ട് എന്നാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തെക്കുറിച്ച് ഇന്ന് പറയാനൊരു കാരണമുണ്ട്. ഇനി വരും കാലത്തിന് വേണ്ടിയിട്ട് നാം ആ കഥകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ ചില കാഴ്ചകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയും വീണ്ടും പറയണമെന്ന്. കാരണം ഒരു മഴക്കാലം എത്താനിരിക്കുന്നു. മഴയെ വരവേൽക്കുമ്പോൾ ആ കേരളീയത മുഴുവനും തിരിച്ചു വരാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നാം സ്വയം തയ്യാറാകുമ്പോൾ ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥകൾ കൂടി പറയണം. പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയണത് വരരുചിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്ന വരരുചി ഒരിക്കൽ രാമായണത്തിലെ പ്രസക്തമായ ഭാഗം അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ ആ ഭാഗം കണ്ടെത്തുവാനാകുന്നത് ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മരത്തിൽ ചേക്കേറുവാൻ വന്ന പക്ഷികൾ പറയുന്നത് കേട്ടിട്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ്. അതായത് നീ കാട്ടിലേക്ക് രാമനോടൊപ്പം പോകുമ്പോൾ രാമനെ ദശരഥനായി കാണണം, സീതയെ ഞാനായി കാണണം, കാടാണ് അയോധ്യ എന്ന് കാണണമെന്ന്.
അതാണ് രാമായണത്തിലെ ഏറ്റവും മികച്ച വരികൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. എന്നാൽ പക്ഷികൾ പറയുന്നത് കേട്ട് വരരുചി രാജാവിൻ്റെ അടുക്കൽ വന്ന് ഉത്തരം പറയുകയും രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുകയും ചെയ്തു. പക്ഷെ പക്ഷികൾ ഒരു കാര്യം കൂടി പറയേണ്ടായി: ഈ കിടക്കുന്ന ബ്രാഹ്മണനെ വെൽക്കുന്നത് ഒരു പറയിപ്പെണ്ണായിരിക്കുമെന്ന്. ഇത് കേട്ട ബ്രാഹ്മണനെ സഹിക്കാനായില്ല. ഒരു പറയിപ്പെണ്ണിനെ വെൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും ആകാത്തത് കൊണ്ട് അദ്ദേഹം രാജാവിൻ്റെ പ്രീതി നേടിക്കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു: ഈ ദേശത്ത്, അതായത് ആ ദേശം, ജനിക്കുവാൻ പോകുന്ന ദേശത്തിനെ കുറിച്ചും പക്ഷികൾ ഒരു സൂചന നൽകിയിരുന്നതാണ്. ആ ദേശത്ത് ആ ദിവസം ജനിച്ച പറയി കുട്ടികളെ എല്ലാം തന്നെ കൊന്നുകളയണം എന്നായിരുന്നു വരരുചി ആവശ്യപ്പെട്ട വരം. രാജാവ് അത് അനുഗ്രഹിക്കുകയും ചെയ്തു. ഏതായാലും രാജാവിൻ്റെ ആജ്ഞ ലഭിച്ച ഉടനെ തന്നെ ആ ദിവസം ജനിച്ച പെൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയുകയും അപ്പോൾ തനിക്ക് വരാനിരുന്ന വിധിയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്ന് വരരുചി വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ഒരു പക്ഷേ വരരുചിയുടെ ദേശത്ത് വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ പെറ്റ ഒരു കുഞ്ഞ്, ആ പെൺകുഞ്ഞിനെ രാജാവ് വധിച്ചു കളയുവാനുള്ള കൽപ്പന നൽകിയപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ വധിച്ചു കളയുവാൻ എന്തുകൊണ്ടോ അതിൻ്റെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. അവരെന്ത് ചെയ്തുവെന്നു? കുഞ്ഞ് തനിയെ തന്നെ സ്വമേധയാ മരിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി തലയിലൊരു പന്തം കുത്തിവെക്കുകയും കുട്ടിയെ പുഴയിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു. ആ കുഞ്ഞ് ഒഴുകി വന്നു ചേർന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. കേരളത്തിൽ നദിപെറ്റ മന എന്നൊരു മനയുണ്ട്. ഇന്നത് നരിപെറ്റ മന എന്നാണ് അറിയപ്പെടുന്നത്. നദിപെറ്റ മന എന്ന് പറയാൻ നദിയുടെ തീരത്തായതുകൊണ്ടാണ് അറിയപ്പെടുന്നത്. നദിപെറ്റ മനയിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതികൾ ഒരിക്കൽ ഭാരതപ്പുഴയിൽ സ്നാനകർമ്മത്തിനായി ചെല്ലുമ്പോഴാണ് പന്തം ശിരസിൽ കൊളുത്തിയ പാകത്തിന് ഒരു കുഞ്ഞ് ഒഴുകി വരുന്നത് കാണുന്നത്. ആ കുഞ്ഞിനെ അവരെടുത്ത് വളർത്തി. ബ്രാഹ്മണമായ എല്ലാ രീതിയിലുമാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ഒരു ബ്രാഹ്മണ യുവതിയായിട്ട് തന്നെ അത് വളർന്നു വരികയും ചെയ്തു. കാലമേറെ കഴിഞ്ഞ് വരരുചി ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെ വെച്ച് ആ പെൺകുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തു. ബ്രാഹ്മണ യുവതിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവളെ വേട്ടു. പക്ഷെ പിന്നീട് വിധിയെ വെല്ലാൻ ആർക്കുമാകില്ല എന്ന് വരരുചി തിരിച്ചറിയുകയും അന്ന് വിധിയാവരണം പറഞ്ഞതിന് പ്രകാരം പറയിപ്പറ്റ പെൺകുഞ്ഞിനെ തന്നെയാണ് താൻ വേട്ടിരിക്കുന്നത് എന്ന് വരരുചി മനസ്സിലാക്കുകയും ചെയ്തു. ഇന്നും ആ നദിപ്പറ്റ മന അവിടെ ഉണ്ടാകുമ്പോൾ, ഈ നദിപ്പറ്റ മനയുടെ കാഴ്ചകൾ നാം കാണുമ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥകൾ മുഴുവൻ നമ്മിലേക്ക് വരികയാണ്. വരരുചി എന്ന പണ്ഡിതനെ നമുക്ക് കാണാനാവുകയാണ്, അറിയാനാവുകയാണ്. ഒപ്പം പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥകൾക്ക് മുഴുവനും ഉറവിടമായ ആ അമ്മയെ അറിയുമ്പോൾ ഈ ലോകത്തെ മുഴുവനും അറിയുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകും. ആദിപരാശക്തിയായ പ്രകൃതി മാതാവിനെ അറിയുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ആ പറയിയായ അമ്മയെ അറിയുന്നത്. നദിപെറ്റ മനയിലെ ബ്രാഹ്മണ യുവതി പറയിപ്പെണ്ണ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ വരരുചി എന്നാൽ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചില്ല. പകരം ഒരു സഞ്ചാരം നടത്തി. ആ സഞ്ചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വേദനാജനകമായ ഒരു യാത്ര തന്നെയാണ്. ഈ യാത്രയിലുടനീളം ഇവർ പലതവണ ഗർഭിണിയാകുന്നു, വേദന അറിഞ്ഞ് പ്രസവിക്കുകയും ചെയ്യുന്നു. ഓരോ തവണ പ്രസവിക്കുമ്പോഴും ഭർത്താവ് ചോദിക്കും, കുഞ്ഞിന് വായുണ്ടോ? വായുണ്ട് എന്ന് പറയുമ്പോൾ, വായുണ്ടെങ്കിൽ വഴി ദൈവം നോക്കിക്കോളും, കുഞ്ഞിനെ ഉപേക്ഷിച്ചോളൂ എന്ന് ആ അമ്മയോട് പറഞ്ഞു. പ്രസവ വേദന മാറുന്നതിന് മുൻപ് തന്നെ പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ അമ്മ മുന്നോട്ട് നടക്കേണ്ടി വന്നു. ഇങ്ങനെ 12ാമത്തെ തവണ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെയെങ്കിലും ഒന്ന് മുലയൂട്ടണമെന്ന ആഗ്രഹം അമ്മയ്ക്കുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തുവെന്നോ, വാ പൊത്തിപ്പിടിച്ചിട്ട് കുഞ്ഞിന് വായില്ല എന്ന് പറഞ്ഞു. വായില്ലയോ എങ്കിൽ അവിടെ തന്നെ വെച്ചോളൂ എന്ന് ഭർത്താവ് പറഞ്ഞു, വരരുചി പറഞ്ഞു. പിന്നീട് നോക്കുമ്പോൾ കുഞ്ഞിന് വായില്ല എന്ന് മനസ്സിലാക്കി. ആ കുഞ്ഞ് വായില്ല കുഞ്ഞിലപ്പനായി മാറി. ബ്രാഹ്മണനായ അച്ഛനും പറയിയായ അമ്മയ്ക്കുമുണ്ടായ 12 മക്കൾ. ഈ 12 മക്കളും 12 പ്രദേശങ്ങളിൽ 12 ദേശങ്ങൾ 12 പേരിൽ ചെന്നെത്തി. ഒരാൾ ബ്രാഹ്മണനരികിൽ, മറ്റൊരാൾ രജകനരികിൽ, അങ്ങനെ അതായത് 12 ജാതിയിലും ചെന്നുപെടുകയാണ് ചെയ്തത് ഈ കുഞ്ഞുങ്ങളെല്ലാം. അങ്ങനെ 12 ജാതിയിൽപ്പെട്ടവരായി അവർ വളർന്നു വന്നു. അവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ ജാതിക്കാരും എന്ന് പറയുമ്പോൾ ഓർക്കുക, പരമമായും അന്വേഷിച്ച് ചെന്നാൽ ഒരു അച്ഛനും അമ്മയുമാണ് എല്ലാവർക്കും ഉള്ളതെന്ന് കാണാം. സത്യമല്ലേ? നമ്മളിൽ ഇന്ന് പലരും ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിതാക്കൾ, പൂർവികർ ആരാണ് എന്നുള്ള അന്വേഷണം ചെന്ന് എത്തുന്നത് എല്ലാവരുടെയും പൂർവികർ ഒരാൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം തന്നെയായിരുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിലായിരിക്കും, അങ്ങനത്തെ കണ്ടെത്തലിലായിരിക്കും. അതുതന്നെയാണ് ഇവിടെ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും നദിപെറ്റ മനയുടെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തൃത്താല ഭാഗത്ത് കാണുവാനുള്ള മറ്റൊരു മഹനീയമായ കാഴ്ച വേമഞ്ചേരി മനയാണ്. എന്തുകൊണ്ട് എന്നല്ലേ, പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ആദ്യത്തെ പുത്രൻ, വരരുചിയുടെ ആദ്യത്തെ പുത്രൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് ചെന്നെത്തുന്നത്. മേഴത്തൂർ അഗ്നിഹോത്രി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അഗ്നിഹോത്രി നടത്തിയ യാഗങ്ങളെക്കുറിച്ചൊക്കെ കെങ്കേമമായ വിശ്വാസങ്ങളും ചരിത്രങ്ങളുമാണ് ഉള്ളത്. അദ്ദേഹം ജനിച്ച മന, അദ്ദേഹം ജനിച്ച മന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിച്ച മന, ആ മനയ്ക്ക് വലിയൊരു പ്രത്യേകതയുള്ളത്
കാലമേറെ കഴിഞ്ഞു. അച്ഛനും അമ്മയും സഞ്ചാരം നടത്തി പോയി. അവർ പിന്നീട് ആ സഞ്ചാരത്തിൽ തന്നെ ഈ ഒരു ജന്മലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് മക്കൾ തിരിച്ചറിയുകയാണ് ഞങ്ങളെല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്നും അച്ഛനും അമ്മയ്ക്കും ശ്രാദ്ധം മൂട്ടേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് ഈ 12 മക്കളും ഒത്തുചേർന്ന മനയാണ് വേമഞ്ചേരി മന. ഓർത്തു നോക്കുക, പഴയ കാലത്താണ്, ബ്രാഹ്മണ ആധിപത്യമൊക്കെ അത്രത്തോളം ഉണ്ടായിരുന്ന കാലത്തിലാണ് 12 ജാതിയിൽപ്പെട്ട മക്കളും ഒരുമിച്ച് അവിടെ എത്തിയിരുന്നത്. ഇന്നും വേമഞ്ചേരി മനയ്ക്ക് അങ്ങനെ ഒരു വലിയ ഊർജ്ജമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകാത്തൊരു ഊർജ്ജമുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ, അവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഊർജ്ജം മനസ്സിലാക്കിയെടുക്കാനാകും. ഓരോ യാത്രയുടെക്കും ഒരു ആത്മാവുണ്ട്. ആ യാത്രയുടെ ആത്മാവിനെ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശരിയായ യാത്രികരായി നാം മാറുന്നത്. അത്തരത്തിലൊരു യാത്ര തന്നെയായിരുന്നു ആ ഒരു ഭാരതപ്പുഴയുടെ തീരത്ത് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ പാദസ്പർശമുള്ള ഓരോ ഭൂമിയിലെയും കാഴ്ചകൾ. അഗ്നിഹോത്രി കാവേരി നദിയിൽ മുങ്ങി 3 ശൂലം കൊണ്ട് പൊന്തി വന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പടിഞ്ഞാറ്റിൽ സ്വർണ്ണശൂലം സ്ഥാപിച്ചു. അത് വിളക്കായിട്ട് പൊന്തി വന്നു എന്നാണ് ഐതിഹ്യം. സ്വർണ്ണശൂലം വിളക്കായിട്ട്, സ്വർണ്ണശൂലം ഉണ്ടാവില്ലല്ലോ അപ്പോൾ സ്വർണ്ണശൂലം വിളക്കായി പൊന്തി വന്നു എന്നാണ് ഐതിഹ്യം. എന്താണെന്ന് വിചാരിച്ചാൽ ഈ പടവെട്ടക്കാലത്തെ മുസ്ലിംസിൻ്റെ ഒരു പടവെട്ടക്കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ തന്നെ സ്വർണ്ണശൂലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ പടിഞ്ഞാറ്റിൽ കയറിയിട്ട് കുറെ കുഴിച്ച് നോക്കി. അപ്പം അവർക്കത് കിട്ടിയില്ല. അപ്പോൾ ഈ വിളക്കിൻ്റെ വക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് കുറച്ച്. അപ്പം അത് അങ്ങനെയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ആ വിളക്കിൽ നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നല്ലെണ്ണ വീത്തി 2 തിരിയിട്ട് അത് കൊളുത്തും. അതാണ് ഭഗവതിയായിട്ട് സങ്കല്പിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഭഗവതി ഭയങ്കര സൗമ്യമാണ്, ഭദ്രകാളിയാണ്, സൗമ്യമാണ്. അപ്പോൾ ഒക്കെ വെളുപ്പാണ് പ്രധാനം. വെളുത്ത പായസം, വെളുത്ത പൂവ്. പിന്നെ അതുകൂടാതെ എന്താ വിചാരിച്ചാൽ നമ്മുടെ നടുമിറ്റത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ തെച്ചി, ആ തെച്ചിപ്പൂവ് എടുത്തിട്ട് ചാർത്തും. സ്ത്രീകളും പിന്നെ നമ്പൂതിരിമാരും ഇവിടെ ഉള്ളവരും ഇവിടുന്ന് മാരേജ് ചെയ്ത് കൊടുത്തവരും ചെയ്യും. 2 പേരും ചെയ്യും അത്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ യാഗത്തിൻ്റെ കഥകളെല്ലാം മുഴങ്ങി നിൽക്കുന്ന പ്രദേശത്ത് മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അത് പാക്കനാർ തറയാണ്. പാക്കനാർ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു സന്തതിയാണ്. ഒരുപാട് തത്വങ്ങളെ അറിഞ്ഞിരുന്നു, ഒരുപാട് വിശ്വാസങ്ങളെ അറിഞ്ഞിരുന്ന പാക്കനാറുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ലാളിത്യം നിറഞ്ഞ കഥകളാണ് നാം കേട്ടിട്ടുള്ളത്. ഈ കഥകളൊക്കെ സത്യത്തിൽ എന്തൊക്കെ വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്, അത്യാഗ്രഹമില്ലാതെ, പരദൂഷണമില്ലാതെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അതുപോലെ പണത്തിനോട് ആർത്തിയില്ലാതെ ജീവിക്കണം എന്നൊക്കെയുള്ള സത്യങ്ങളും തത്വങ്ങളുമാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ പാക്കനാർ തറയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാഴ്ചയുണ്ട്. അതൊരു കാഞ്ഞിരമരമാണ്. കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾക്ക് കയ്പില്ല, ചെറിയൊരു പുളിപ്പേ ഉള്ളൂ. സാധാരണ കാഞ്ഞിരം നന്നായി കഴിക്കേണ്ടതാണ്. പക്ഷേ അവിടെ കാഞ്ഞിരത്തിന് കയ്പില്ലാത്തതിന് കാരണം അത് പാക്കനാരുടെ കാഞ്ഞിരവടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് പിന്നിലുമുണ്ടൊരു വിശ്വാസം. ഒരിക്കൽ കുറേ ഭക്തർ കാശി യാത്രയ്ക്ക് പോയത്രേ. വളരെയേറെ സമ്പത്ത് കൂട്ടിവെക്കുകയും അതിലൊക്കെ അഹന്തയുള്ളവരുമൊക്കെയാണ് കാശി യാത്രയ്ക്ക് പോയത്. അപ്പോൾ പാക്കനാർ പറഞ്ഞു, നിങ്ങൾ കാശി യാത്രയ്ക്ക് പോവല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഈ കാഞ്ഞിരവടി കൂടി ഒന്ന് കൊണ്ടുപോകാമോ? എന്നിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന എല്ലാ തീർത്ഥങ്ങളിലും ഗംഗയിലും ഇതൊന്ന് മുക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അവർ പോവുകയും യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാക്കനാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. യാത്രയൊക്കെ ഭംഗിയായി എന്നുള്ളത് അവരുടെ സന്തോഷം മുഖത്ത് കണ്ടപ്പോൾ ചോദിച്ചു, ആ കാഞ്ഞിരവടി ഒന്ന് തരൂ എന്ന് പറഞ്ഞു. തിരിച്ച് കാഞ്ഞിരവടി കൊടുത്തു. അദ്ദേഹം ഒന്ന് കടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ കയ്പൊട്ടും മാറിയിട്ടില്ലല്ലോ, കാശിയിൽ പോയിട്ട് ഇത്രയേറെ തീർത്ഥങ്ങളിലൊക്കെ മുക്കിയിട്ടും ഇതിൻ്റെ പാവം തീർന്നില്ലേ എന്ന് ചോദിച്ചു. അത് സത്യത്തിൽ ഒരു തിരിച്ചറിവ് നൽകി ആ കൂടെ നിന്നവർക്ക്. കാരണം മനസ്സിൽ അഴുക്കോടുകൂടി, മനസ്സിൽ കയ്പോടുകൂടി എത്ര തീർത്ഥയാത്ര ചെയ്താലും ഫലമില്ല. ഒരു തീർത്ഥയാത്ര ചെയ്തില്ല എങ്കിൽ പോലും മനസ്സിലാണ് ഈശ്വരനെ കാണുന്നതെങ്കിൽ, അത് യഥാർത്ഥ ഭക്തിയോടുകൂടിയാണ് കാണുന്നതെങ്കിൽ, അത്യാഗ്രഹവും ആർത്തിയും ഒന്നുമില്ലാത്ത ഭാവത്തിലാണ് ഭക്തിയെ കാണുന്നതെങ്കിൽ തീർച്ചയായും അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് പാക്കനാർ എന്ന് പറഞ്ഞത്. അന്ന് പാക്കനാർ ഊന്നി വെച്ച ആ കാഞ്ഞിരവടി പിന്നീട് മരമായി മാറിയതാണ് ഇന്ന് കാണുന്ന കാഞ്ഞിരമെന്നും ഭക്തിയുടെ ആ തിരിച്ചറിവ് നൽകിയത് കൊണ്ടാണ് അതിന് കയ്പില്ലാത്തതെന്നുമാണ് വിശ്വാസം.
ഇതുകൂടാതെ പാക്കനാരുടെ ഒരു അമ്പലവും അവിടെ നമുക്ക് കാണാനാകും. പാക്കനാർ നട്ട കാഞ്ഞിരം. ഈ കാഞ്ഞിരത്തിൻ്റെ ഇലകൾക്ക് കയ്പില്ലാത്ത മധുരമുള്ളതാണോ പുളിയുള്ളതാണോ എന്താണ് ഈ ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ട് നാം എന്താണ് ജീവിതത്തിൽ നിന്ന് പഠിക്കുക എന്നൊരു പക്ഷേ ഈ കാഞ്ഞിരം പറഞ്ഞു തന്നേക്കും. പാക്കനാരുടെ ഈ ക്ഷേത്രം തേടി ഇന്നും ധാരാളം പേർ ഇവിടേക്ക് എത്താറുണ്ട്. എത്തുമ്പോൾ സാധാരണ മട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മട്ടിൽ എന്ന് വിശേഷിപ്പിക്കാനാകില്ല എങ്കിലും സാധാരണ മട്ടിലുള്ള ഒരു ക്ഷേത്ര സങ്കല്പം കാണുന്നു. എന്നാൽ ഈരാറ്റിങ്ങൽ ഭഗവതി എന്ന മറ്റൊരു സങ്കല്പം കൂടി ഇവിടെയുണ്ട്. ഈരാറ്റിങ്ങൽ ക്ഷേത്രം, അല്ലെങ്കിൽ നാം നേരിട്ട് വരുന്ന പാക്കനാർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഈരാറ്റുംകുട്ടി, ഭഗവതി, ചൊവ്വ, ചാത്തൻ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളാണ്. ശത്രുദോഷം തീരുന്നതിനാണ് അധികം പേരും ഇവിടെ എത്തുന്നത്. കടുത്ത മന്ത്രവാദ പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുവാൻ ഇവിടെ പാക്കനാർ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. പറയപ്പെട്ട പന്തിരുകുലത്തിലെ മറ്റൊരു പുത്രനാണ് നാറാണത്ത് ഭ്രാന്തൻ, തത്വചിന്തകൻ, സഞ്ചാരി. എന്തൊക്കെയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ? എന്തൊക്കെയാണ് എന്ന് യഥാർത്ഥത്തിൽ പറയാനാകില്ല. സഞ്ചരിച്ചുകൊണ്ട് ഓരോ ചുവടിലും വിശ്വാസങ്ങളെ, അതുവരെ നിലനിന്നിരുന്ന വിശ്വാസങ്ങളുടെ മേൽക്കോയ്മകളെ പുച്ഛിച്ചു തള്ളിയ, ചവച്ചു തുപ്പിക്കളഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും വെറ്റില ചവച്ചു തുപ്പി, അങ്ങനെ ആ തുപ്പിയത് കൊണ്ട് ഈശ്വര രൂപങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യാനൂരിലെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ അദ്ദേഹം വെറ്റില മുറുക്കി തുപ്പിയപ്പോഴാണ് ഗണപതിയുടെ ചിത്രം ഉണ്ടായി വന്നതെന്നും ആ ഗണപതിക്ക് അത്ര വലിയൊരു തേജസ്സാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ പരിഹസിച്ചുകൊണ്ടോ ഒക്കെയുള്ള ഒരു രീതിയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ്റേത്. ഇന്ത്യാനൂർ ഗണപതി ക്ഷേത്രത്തിൽ എന്നതുപോലെ തന്നെ അമ്പലപ്പുഴയിലും തമ്പലക്കാടും ഒക്കെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണെന്ന് വിശ്വാസമുണ്ട്. ഇന്ത്യാനൂർ ഗണപതി ക്ഷേത്രത്തിലേത് എന്നതുപോലെ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ വെച്ചും നാറാണത്ത് ഭ്രാന്തനാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് തമ്പലക്കാട് ക്ഷേത്രമാണ്. എന്നാൽ തമ്പലക്കാട് ക്ഷേത്രം പോലെ തന്നെ അമ്പലപ്പുഴയിലും പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണെന്ന് പറയുമ്പോൾ ആ പ്രതിഷ്ഠാ വിശേഷങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കണം. പ്രതിഷ്ഠാ സമയങ്ങൾ വൈകിയിട്ടും യഥാവിധി പൂജകൾ ചെയ്തവർക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കുളിക്കാതെ വൃത്തിയാക്കാത്ത ശരീരത്തോടു കൂടി നേരെ വന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭക്തിയുടെ ഒരു ഭാവത്തെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഭക്തിക്ക് യഥാർത്ഥത്തിൽ പുറത്ത് കാണുന്ന അലങ്കാരങ്ങളിലല്ല, അകത്തെ ആത്മാർത്ഥതയിലാണ് കാര്യമെന്ന് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഒരു പക്ഷേ പറയപ്പെട്ട പന്തിരുകുലത്തിലെ 12 മക്കളും അതുതന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ കഥകൾ പറയുന്നു. പക്ഷേ ഈ കാഴ്ചകൾ കാണുവാനുള്ള ഭാഗ്യം അത് കേരളത്തിന് സ്വന്തമാണ്. എപ്പോഴും ഈ കഥകൾ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക, ഈ കാഴ്ചകൾ അവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. ഭാരതപ്പുഴയുടെ തീരത്തൂടെ സഞ്ചരിച്ചാൽ ഈ കാണുന്ന കാഴ്ചകളിലൂടെയൊക്കെ നമുക്ക് പോകാനാകും. അതിന് നിങ്ങളോടൊപ്പം ഉദയാമൃതവും എപ്പോഴും ഉണ്ടാകും. തീർച്ചയായും ഭാരതപ്പുഴയുടെ തീർത്ത് ഇനിയുമുണ്ട് കാഴ്ചകൾ നമുക്ക് കാണുവാൻ. ഈ ദിവസം വിടവാങ്ങുകയാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം.